2024 ആദ്യത്തെ ആപ്പ് സീരീസ് ആണ് 5 ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തത് റുപ്പു എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ലിങ്ക് അല്ലെങ്കിൽ ഒരു കോൺടാക്ട് എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ ഫോണിൻ്റെ അകത്തേക്ക് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വാട്സപ്പിലായിരിക്കും ഇട്ടിട്ടുണ്ടാവുക, ചിലപ്പോൾ ഫയലിലായിരിക്കും ഇട്ടിട്ടുണ്ടാവുക, ചിലപ്പോൾ നിങ്ങളുടെ ഇൻറ്റർണൽ സ്റ്റോറേജിൽ ഏതെങ്കിലും ഫോൾഡറിലായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. എവിടെയാണ് നമ്മളിത് പ്രോപ്പറായിട്ട് കൊണ്ടിട്ടെന്നുള്ളത് ഭാവിയിൽ നമ്മൾ ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഈ റുപ്പോ എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്കൊരു പ്ലസ് ബട്ടൺ കിട്ടും. ഈ പ്ലസ് ബട്ടൺ അമർത്തുമ്പോൾ ഒരു നോട്ട്, ടു ഡു ലിസ്റ്റ്, ലൊക്കേഷൻ, QR കോഡ്, അതുപോലെ തന്നെ ആപ്പ് ലിസ്റ്റ്, അതുപോലെ തന്നെ ലിങ്ക്, കോൺടാക്റ്റ്, ഇമേജ് എന്നിങ്ങനെ ലിസ്റ്റ് കാണും. ഈ സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു നോട്ടാണ് സേവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ന്യൂ നോട്ട്സ് എടുത്തതിന് ശേഷം നോട്ട്സ് സേവ് ചെയ്യുക. നിങ്ങൾക്കൊരു ലൊക്കേഷനാണ് സേവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ കൊടുക്കണം. നിങ്ങൾ ഇനി QR കോഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ QR കോഡ് കൊടുക്കാം. ഇനി ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹോം പേജിൽ നമുക്ക് ഓരോന്നും പിൻ ചെയ്യാനായിട്ടൊരു ബട്ടൺ കാണാൻ പറ്റും. ഈ പിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനിൽ കിടക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇന്നത്തെ ദിവസം ഒരു 5 ടാസ്കുകൾ ചെയ്യണം. അത് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനകത്ത് കയറി പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നോട്ടിഫിക്കേഷനിൽ കിടന്നോളും. സുഖമാണ്, നമ്മൾ മറന്നൊന്നും പോകില്ല, എല്ലാ ടാസ്കുകളും കറക്റ്റായിട്ട് ചെയ്യാം. അടുത്ത ആപ്പ് ടച്ച് ദ നോച്ച്. ഈ 2024 ഇറങ്ങിയതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്പാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാ നോക്കിയോ, എൻ്റെ ഫോണിൻ്റെ നോച്ച് കണ്ടല്ലോ, ക്യാമറ ഐക്കൺ. ഞാൻ ടാപ്പ് ചെയ്യാണ്, ക്യാമറ ഓപ്പൺ ആയി. പൊളിയല്ലേ? അതേപോലെ തന്നെ നമുക്കിതിനകത്ത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് വരും, ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് ഓൺ ആവും. ഇങ്ങനെ ഒരുപാട് ടാസ്കുകൾ അലൈൻ ചെയ്യാനായിട്ട് പറ്റും. ടച്ച് ദ നോച്ച് എന്നാണ് ആപ്പിൻ്റെ പേര്. ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ 95 രൂപ ലൈഫ് ടൈം ആക്സസ് ആണ്. 95 രൂപ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതകാലം മൊത്തം ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കിട്ടും. ഇപ്പം ഞാൻ ഇതിൻ്റെ ഫ്രീ വെർഷനാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആകെ എനിക്ക് സിംഗിൾ ടച്ച് ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ സിംഗിൾ ടച്ച് ഓപ്ഷൻ തന്നെ മോർ ദാൻ ഇനഫ്. ഈ സിംഗിൾ ടച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ ക്യാമറ, ഫ്ലാഷ് ലൈറ്റ്, ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഒരു ടാബ് ഓപ്പൺ ആക്കാൻ പറ്റും. റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ആക്കിയ ആപ്ലിക്കേഷൻ പറ്റും. അതുപോലെ തന്നെ QR കോഡ് സ്കാനർ, നിങ്ങൾക്ക് പെട്ടെന്നൊരു QR കോഡ് സ്കാൻ ചെയ്യണം, നിങ്ങളുടെ നോച്ചിൽ സിംഗിൾ പ്രസ് ചെയ്യുമ്പോൾ QR കോഡ് സ്കാനർ പെട്ടെന്ന് ഓപ്പൺ ആവും. നിങ്ങളുടെ ഫോണിനെ കുറച്ചുകൂടി ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ആപ്പ് മാറ്റിയെടുക്കും. വണ്ടർഫുൾ ആപ്പ്. 95 രൂപ നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പർച്ചേസ് ചെയ്യുക. എന്തായാലും ഞാൻ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആപ്പ് സീരീസിൽ ഈ ഒരു ആപ്പിൻ്റെ 5 എണ്ണം, അതായത് 5 പ്രൊമോ കോഡ്, ഈ ഒരു ആപ്പിൻ്റെ പ്രീമിയം വേർഷൻ 5 പേർക്കായിട്ട് ഞാൻ ഗിവ് അവേ ആയിട്ട് തരാം. 95 രൂപ വെച്ചിട്ടുള്ള ഇതിൻ്റെ പ്രോ വേർഷൻ 5 പേർക്ക് ഞാൻ തരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ആപ്പ് സീരീസ് നോർമലായിട്ട് പോകും. അടുത്ത ആപ്പ് വോക്സ് എഡിറ്റർ. ഈ വോക്സ് എഡിറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോയും ഓഡിയോയും എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ എഡിറ്റർ. ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു എഡിറ്റർ പെട്ടെന്ന് പരിചയപ്പെടുത്തി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ബെസ്റ്റ്. ആപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് കുറേ ഫീച്ചറുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആഡ് മ്യൂസിക്, ട്രിം, റിവേഴ്സ്, മെർജ് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക, സ്പീഡ് കൂട്ടുക, കംപ്രസ് ചെയ്യുക എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനെ നിങ്ങൾ എന്താ ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ട്രിം ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ട്രിം എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ ട്രിം ചെയ്യേണ്ടത് ആ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രിം ചെയ്തെടുക്കാൻ പറ്റും. അതായത് സിമ്പിളായിട്ടുള്ള ടാസ്കുകൾ ചെയ്യാൻ പറ്റുമെന്ന് അർത്ഥം. താഴെയായിട്ട് നോക്കുമ്പോൾ ഓഡിയോ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ നിങ്ങൾക്ക് ഓഡിയോനെ റിവേഴ്സ് ആക്കാം, കൺവേർട്ട് ചെയ്യാം, സ്പീഡ് കൂട്ടാം, നോയ്സ് റിഡക്ഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ കയ്യിലൊരു ഓഡിയോ ഉണ്ട്, ഭയങ്കര നോയ്സ് ആണെന്നുണ്ടെങ്കിൽ നോയ്സ് റിഡക്ഷൻ ആഡ് ചെയ്യാം. ഇനി മെറ്റഡേറ്റ എഡിറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി മെർജ് ചെയ്യാൻ പറ്റും, ട്രിം ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ടാസ്കുകൾ ചെയ്യാനായിട്ടുള്ള ഒരു സിമ്പിൾ ആപ്പ്. ഇതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് എല്ലാം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കാര്യം ഇപ്പോൾ ചെറുതായിട്ട് എഡിറ്റ് ചെയ്യുന്ന നമ്മുടെ അച്ഛനും അമ്മമാരെ പോലെയുള്ള ആളുകൾക്ക് ചെറിയ കുട്ടി എഡിറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കോംപ്ലിക്കേറ്റഡ് ആവും. അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇത് പറഞ്ഞു കൊടുത്താൽ മതി. അടുത്തത് നമ്മുടെ വാൾപേപ്പർ ആപ്ലിക്കേഷൻ. എൻ്റെ ഫേവറേറ്റ് വാൾപേപ്പർ ആപ്ലിക്കേഷൻ വീണ്ടും മാറിയിരിക്കുന്ന സുഹൃത്തുക്കളെ, ട്രൂ AI എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഫോർ യു എന്ന് പറഞ്ഞിട്ട് ഒരു 420 അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ ബേസ് ചെയ്തിട്ടുള്ള കുറേ കളക്ഷൻസ് ഈ ആപ്പ് തന്നെ തരും. അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമലഡ്, ആർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാറ്റഗറീസും ഉണ്ട്. ഈ കാറ്റഗറീസ് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഭയങ്കര നൈസായിട്ടുള്ള വാൾപേപ്പേഴ്സാണ്. ഒരു വാൾപേപ്പർ പോലെ വേറൊരു വാൾപേപ്പർ ഇല്ല എന്നർത്ഥം. അത് മാത്രമല്ല, ഫോർ എക്സാമ്പിൾ ഇതേപോലെയുള്ള യൂണീക്ക് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് വേറൊരു സംഭവം. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷനാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. ആൻഡ് പലരും ചോദിച്ചായിരുന്നു നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ ആപ്പ് സീരീസിൽ ഉപയോഗിക്കുന്ന ഫോൺ ഏതാണെന്നുള്ളത്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് OnePlus 8 ആണ്. എനിക്കറിഞ്ഞുകൂടാ, ഈ ഡിവൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
എന്തോ ഒരു ഏസ്തറ്റിക് ഈ ഒരു ഫോണിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈവൻ നമ്മുടെ കയ്യിൽ ഓപ്പൺ ഉണ്ട്, അതുപോലെ തന്നെ OnePlus 11 ഉണ്ട്, 11 സീരീസ് ഉണ്ട്, പോക്കോ സീരീസ് ഉണ്ട്, S23 ഉണ്ട്. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു ഏസ്തറ്റിക്ക് നമുക്ക് കിട്ടണേ ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫോണാണ്, അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ആഡ് ചെയ്തതാണ്. അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഐഫോൺ യൂസേഴ്സിന് പലർക്കും അറിയാം, എന്നാൽ ചിലർക്ക് അറിഞ്ഞുകൂടാത്തൊരു ഫീച്ചറാണ്. അതായത് ഈ ഐഫോൺ യൂസേഴ്സിന് വലിയ ചാറ്റില്ലേ, അതായത് ഇപ്പോൾ ഒരു വർഷങ്ങൾ പഴക്കമുള്ള ചാറ്റൊക്കെ ഏറ്റവും ആദ്യത്തെ ചാറ്റ് വരെ പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. അതായത് ഏറ്റവും മേളിലായിട്ട്, ഫോണിൻ്റെ ഏറ്റവും മേളിലായിട്ട് നോച്ചിൻ്റെ അവിടെ ഡബിൾ ടാപ്പ് ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി സ്ക്രോളായി പോയിക്കൊണ്ടിരിക്കും. അത് ഭയങ്കര എളുപ്പമാണ്. ഒരു ആൻഡ്രോയിഡ് യൂസറിൻ്റെ അടുത്ത് ഒരു 3 വർഷം പഴക്കമുള്ളൊരു ചാറ്റ് എടുക്കാൻ പറഞ്ഞാൽ അവൻ പെടും. എന്നാൽ ഐഫോൺ യൂസറിന് ചുമ്മാ എടുക്കാൻ പറ്റും. ആ ഒരു ഫീച്ചർ ആൻഡ്രോയിഡിൽ കൊണ്ടുവരാൻ പറ്റും. ടാപ്പ് സ്ക്രോൾ എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. ആപ്പ് ഓപ്പൺ ആക്കുക, എന്നിട്ട് കുറച്ച് പെർമിഷൻസ് ഉണ്ട്, പെർമിഷൻസ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ചാറ്റോ ഏത് ആപ്പോ ആവട്ടെ, മേ ബി ഒരു വലിയൊരു വെബ് പേജ് ആവട്ടെ, എന്തോ എടുത്തോ, അതിനുശേഷം മേളിലായിട്ട് പോയി നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റായിട്ട് ചാറ്റിൻ്റെ ആദ്യമൊക്കെ പോയി എത്തും. ഒരു എക്സ്ട്രാ ഫീച്ചറാണ്. ഐഫോൺ യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇത് എത്രത്തോളം ഹാൻഡി ആയിട്ടുള്ള ഫീച്ചറാണെന്നുള്ളത്. ട്രൈ ചെയ്ത് നോക്കുക. ഈ ആപ്പെല്ലാം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഫേവറേറ്റ് ആപ്പ് ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 6 മാസം കൂടപ്പോൾ ഈ 6 മാസം ചെയ്തിട്ടുള്ള ആപ്പ് സീരീസിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്പിന് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്പ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാതെ ബൈ.